കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ കർത്താവിലുള്ള സഹോദരങ്ങൾക്കും മറ്റ് ഈ സുവിശേഷം കേൾക്കുവാൻ വേണ്ടി ഈ ചാനലിനെ സംബന്ധിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ഈ സമയത്ത് അറിയിച്ചു കൊള്ളട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ പല വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുന്നതിന്റെ ആ ശൃംഖലയിൽ ഈ പലതരത്തിലെ സുവിശേഷങ്ങൾ ഈ ലോകത്തിൽ ഉണ്ട്. പലതരത്തിലെ സഭകൾ നമുക്ക് ഈ ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ലോകത്തിൽ ഏത് പ്രൊഡക്റ്റ് ഇറങ്ങിയാലും ആ പ്രൊഡക്റ്റിന്റെ കോപ്പികൾ മാർക്കറ്റിൽ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ബൈബിൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയുവാൻ സാധിക്കുന്നത്, കർത്താവിന് ഒരു സഭ, ഒരു മണവാട്ടി മാത്രമേ ഉള്ളൂ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു: ഒരു ദൈവം, ഒരു ആത്മാവ്, ഒരു സ്നാനം, ഒരു ശരീരം. അങ്ങനെ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ഒന്ന് മാത്രവും, ദൈവം ഒരുവൻ മാത്രവും. അതായത് അവൻ സകലത്തിനെയും സൃഷ്ടിച്ചവനും സകലത്തിനും മീതെ ഉള്ളവനും സകലത്തിലും ഇരിക്കുന്നവനുമായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാൽ ജനിച്ച ഓരോരുത്തരിലും ഇരിക്കുന്ന ഒരേ ആത്മാവ് മാത്രമാണ് ദൈവം എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ സംസാരിക്കുന്നു. അങ്ങനെ ഒരു ശരീരമായിരിക്കുന്ന ദൈവം, ഒരു ആത്മാവായിരിക്കുന്ന ദൈവം, ഒരേ ആത്മീയ ശരീരത്തിൽ സമ്പൂർണതയുള്ള യേശു മശിഹ എന്ന ഏക സത്യ ദൈവം, ആ ദൈവത്തെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നു പല കോപ്പികൾ. അപ്പോസ്തോലന്മാരുടെ സുവിശേഷത്തിന് വിപരീതമായി പലതര വിശ്വാസങ്ങളെ തൻ്റെ കൂടെ നടക്കുന്നവരെ അടിച്ചേൽപ്പിക്കുന്ന പലതരം സഭകളാണ് ഈ ലോകത്തിൽ നമ്മൾ ഇന്ന് കാണുന്നത്. എങ്ങനെയാണ് ഇവരെ തിരിച്ചറിയുന്നത് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാണിക്കുന്ന ഒരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മൾ അപ്പോസ്തോലന്മാരിട്ട അടിസ്ഥാനത്തിലേക്ക് കടന്നു പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ വിപരീതമായി ഇന്ന് ലോകത്തിൽ നിൽക്കുന്ന സഭകളുടെ മേധാവിത്വം ചെയ്യുന്ന ഒരു സഭയാണ് റോമൻ കത്തോലിക്ക സഭ. ആ റോമൻ കത്തോലിക്ക സഭയുടെ ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി കുറച്ചു നാൾ മുമ്പേയും കുറച്ചു നാൾ കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് മറ്റു മതങ്ങളെ ഒന്നിപ്പിക്കുവാൻ വേണ്ടി ഒരു വൺ വേൾഡ് റിലിജൻ എന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുവാൻ വേണ്ടി അദ്ദേഹം പല മതങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കാര്യം സംസാരിക്കുന്നു. അതെന്താണെന്ന് നമുക്ക് ആദ്യമേ ഒരു വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. അദ്ദേഹം എന്താണ് പറയുന്നത്, എന്നിട്ട് പിന്നെ നമുക്ക് ഇന്നത്തെ ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. Because every religion is a way to arrive at God. Dirò una comparazione. Sono come diverse lingue, diversi idiomi per arrivare lì. Sort of a comparison, an example would be they're sort of like different languages in order to arrive at God. Ma Dio è Dio per tutti. But God is God for all. E come Dio è Dio per tutti, noi siamo tutti figli di Dio. And if God is God for all, then we're all sons and daughters of God. Ma il mio Dio è più importante del tuo. But my God is more important than your God. È vero quello? Is that true? C'è un solo Dio lì. E noi sono idiomi, cammino, lingue per arrivare a Dio. There's only one God and each of us is a language, so to speak, in order to arrive at God. Qualcuno è Sikh, qualcuno musulmano, qualcuno hindi, qualcuno cristiano, Indo, ma Christian. sono diversi cammini. There are different paths. Understood? Please stop
നമ്മൾ ഇവിടെ കാണുന്നത് ഈ പോപ്പ് പറയുന്നത് പല റിലിജൻസ് പല ഭാഷകളെ പോലെയാണ്. നമ്മൾ ഓരോ ഭാഷകളിൽ സംസാരിക്കുമ്പോൾ നമ്മൾ വ്യക്തമാക്കുന്ന ഒരു ഭാവമുണ്ട്. ആ ഭാവം ഭാഷ മാറിയാലും ആ ഭാവം ഒരുപോലെ തന്നെ ആയിരിക്കുന്നത് പോലെയാണ് പല മതങ്ങളും ഒരേ ദൈവത്തിലേക്കാണ് നയിക്കുന്നത്. പല വഴികൾ മാത്രമാണ്. ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ ബൈബിളിൽ ഉണ്ടോ? ഇങ്ങനെ ഏതെങ്കിലും അപ്പോസ്തോലന്മാരോ പ്രവാചകന്മാരോ അല്ലെങ്കിൽ യേശു തന്നെയോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഈ യേശുവിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഈ ലോകത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്നത് ഇത് ശരിയാണോ എന്ന് നമുക്ക് ഒന്ന് നമ്മുടെ പാസ്റ്റർ ജോസ് വർഗീസ് ഞാൻ വെൽക്കം ചെയ്യുന്നു. പാസ്റ്റർ ജോസ് വർഗീസ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNDSയുടെ ഈ ചാനലിലൂടെ ഒരു പ്രാവശ്യം കൂടി ഒരു പുതിയ വിഷയമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം മുമ്പ് കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ പ്ലേ ചെയ്യുകയുണ്ടായല്ലോ. ആക്ച്വലി ഈ വീഡിയോ ഒരു 2-3 വർഷമെങ്കിലും പഴക്കമുള്ള വീഡിയോ ആണ്. പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇതിന്റെ ഒരു സമ്മറി ബ്രദർ വിൽസൺ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരു ദൈവത്തിലേക്കുള്ള പല മാർഗമാണ് മതങ്ങൾ എന്നാണ് ഇന്ന് ഈ ആഗോള ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ മൊത്തം നമ്മുടെ ഈ ഒരു ദാനിയേൽ പൂവണ്ണത്തിൽ ഞങ്ങൾ 2-3 വീഡിയോ അദ്ദേഹത്തിന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്ത ബ്രദർ സൈമണും ഞാനും കുറെ വർഷങ്ങൾക്ക് മുമ്പ് റീസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ദാനിയേൽ പൂവണ്ണത്തിൽ പറയുന്നത് കാത്തലിക് ചർച്ചിനെ ഒരു കമ്പനി എന്നാണ്. എടാ ഈ കമ്പനിയിലാണ് ബൈബിൾ ഉണ്ടായതെന്ന് പറയുന്ന ഒരു വീഡിയോ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബൈബിൾ ഉണ്ടായ കമ്പനി ആ കമ്പനിയുടെ CEO എന്ന് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പൊ പറയുന്ന ഈ പോപ്പ് ബൈബിൾ ഉണ്ടാക്കിയ കമ്പനിയുടെ CEO ആണ്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. ഈ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പറയുകയാണ് എല്ലാ മതങ്ങളിലും രക്ഷയുടെ വഴികളുണ്ട്. അപ്പം അതുകൊണ്ട് പല വഴികളിലൂടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാം. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മുടെ കർത്താവ് പറയുന്ന വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവത്തിന്റെ അടുക്കൽ എത്തുവാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു ആണ് എന്ന് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്റെ അപ്പോസ്തലന്മാർ മുഖാന്തരം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആരാണ് ഈ യേശുക്രിസ്തു എന്നുള്ളതൊക്കെ ഞങ്ങൾ മുൻപ് വീഡിയോകളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്നവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ക്രിസ്ത്യാനികൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഒരു ദൈവമേ ഉള്ളൂ. അത് ഏതു മതത്തിൽ ജനിച്ചവനാണെങ്കിലും ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ സൃഷ്ടിച്ച ഒരു പിതാവുണ്ട്, അവൻ മാത്രമാണ് ദൈവം. ആ ദൈവത്തെ യഹൂദന്മാര് പുസ്തകത്തിൽ വേദപുസ്തകത്തിൽ തോറായിൽ അല്ലെങ്കിൽ അവരുടെ തനാക്കിൽ യഹോവ എന്ന് പറയുന്നു. നമ്മുടെ കൈവശമുള്ള വേദപുസ്തകത്തിൽ അവനെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ കർത്താവ് അല്ലെങ്കിൽ ലോർഡ് എന്ന് അഭിസംബോധന ചെയ്യുന്നു. അപ്പൊ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും യഹോവ എന്നും ലോർഡ് എന്നും പേരിൽ LORD ലോർഡ് എന്നുള്ള ക്യാപിറ്റൽ ലെറ്ററിൽ അറിയപ്പെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം തന്നെയാണ് ജഡമെടുത്ത് ലോകത്തിൽ വന്നത്, കർത്താവായ യേശുക്രിസ്തുവായി നമ്മുടെ പാപത്തിന് കടം കൊടുക്കുവാൻ, നമ്മുടെ മറുവില ആകേണ്ടത് റാൻസം ആകേണ്ടതിന് വന്നത് ആ യഹോവ തന്നെയാണ് എന്നാണ് മുഴുവൻ വേദപുസ്തകത്തിന്റെയും ഒരു സമ്മറി എടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ദൈവമായ യഹോവ വന്നിട്ട് ജഡത്തിൽ വന്ന് അവൻ ഈ ലോകത്തിൽ വന്നപ്പോൾ അവൻ പറയുന്നത് ഈ ഒരു വഴിയല്ലാതെ മറ്റൊരു വഴിയും ദൈവത്തിലേക്കില്ല. ഇപ്പോ കത്തോലിക്ക സഭ പൊതുവിൽ അവകാശപ്പെടുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിളിന് അവര് 4 ഘടകങ്ങളിൽ 4ാമത്തെ ഒരു ഇമ്പോർട്ടൻസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവരുടെ ഏറ്റവും വലിയ കാര്യം അവർ പറയുന്നത് പാരമ്പര്യമാണ്. പാരമ്പര്യം നല്ലതാണ്, പക്ഷെ അത് അപ്പോസ്തലന്മാരുടെ പാരമ്പര്യമായിരിക്കണം. കത്തോലിക്ക പിതാക്കന്മാരുടെ അല്ലെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയിൽ മുഖാന്തരം AD 325 കൊണ്ടുവന്ന പാരമ്പര്യം ദൈവസഭയുടെ പാരമ്പര്യമല്ല, ബൈബിളിന്റെ പാരമ്പര്യമല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ മാതൃകയല്ല, ആദിമസഭ പിന്തുടർന്നു വന്ന മാതൃകയും അല്ലെങ്കിൽ ഉപദേശവുമല്ല. ആ ഒരു ഉപദേശത്തിന് വിരുദ്ധമായി റോമിൽ സ്ഥാപിതമായ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന്
എല്ലാവരും അവകാശപ്പെടുന്ന, അവർ തന്നെ വികാർ ഓഫ് ഫില്ലീതി, ക്രിസ്തുവിന്റെ പകരക്കാരൻ എന്ന് പറയുന്ന അനേകം ആളുകൾ, ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ കസേരയിൽ ഇരുന്നിട്ടുള്ള നൂറുകണക്കിന് ആളുകളിൽ ഇനി ഗർഭിണിയായ ഒരു സ്ത്രീ വരെയും ഈ പട്ടണത്തിൽ ഈ പദവിയിൽ ഇരുന്നിട്ടുണ്ട്. പിന്നീട് ഒരു റിലീജിയസ് പ്രൊസഷനിൽ കല്ലെറിഞ്ഞ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു പാരമ്പര്യം അവകാശപ്പെടുന്ന, എന്നാൽ ലോകത്തിലെ ജനസംഖ്യയിൽ ക്രിസ്ത്യാനികളുടെ എല്ലാം മൊത്തത്തിൽ ഉള്ള ആൾ എന്നുള്ള നിലയിൽ എല്ലാവരും വിചാരിക്കുന്ന ഈ മനുഷ്യൻ പറയുകയാണ്, അനേക വഴികളുണ്ട് ദൈവത്തിലേക്ക് ചെല്ലുവാൻ. അപ്പൊ ഇസ്ലാമിന്റെ വഴിയും ഹിന്ദുവിന്റെ വഴിയും സൗരാഷ്ട്രീയന്റെ വഴിയും അതുപോലെ ക്രിസ്ത്യാനിയുടെ വഴിയും യഹൂദന്റെ വഴിയും ഒക്കെ വേറെ വേറെ വഴികളേ ഉള്ളൂ. ഈ വഴികളെല്ലാം ചെന്ന് ചേരുന്ന സ്വർഗത്തിലാണ്. അങ്ങനെ പല വഴികളുള്ള ഒരു സ്വർഗമില്ല, പല വഴികളുള്ള ഒരു ദൈവവുമില്ല. നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. അവനാണ് ജഡമെടുത്ത് വന്ന് നമുക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് എബ്രായ ലേഖനം 4:12 പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം എങ്ങനെയാണ്? മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒരു യുവാക്കളുടെ ഒരു കോൺക്ലേവിൽ ഇദ്ദേഹം സംസാരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തു സഭയുടെ അല്ലെങ്കിൽ ദൈവസഭയുടെ മൊത്തത്തിലുള്ള അധികാരി എന്നുള്ള നിലയിൽ വിവക്ഷിക്കപ്പെടുകയും നിർവചിക്കപ്പെടുകയും ചെയ്യുന്ന വ്യക്തി ഇരുട്ടിൽ നിൽക്കുന്ന സത്യമറിയാത്ത അനേകം ആളുകളെ തന്റെ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ തന്റെ സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവരെ പോലും വഞ്ചിക്കുന്ന ഒരു കാര്യം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ വേറൊരു കാര്യം സംഭവിക്കുക. കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? കേരളത്തിലുള്ള കത്തോലിക്ക സഭയുടെ പല രൂപതകളിൽ, എറണാകുളം അങ്കമാലി രൂപതയിൽ ഭയങ്കര തമ്മിലടിയാണ്. തമ്മിലടി എന്ത് വിഷയത്തിലാണ്? കുർബാന നടക്കുമ്പോൾ കുർബാന ജനത്തിന്റെ നേരെ തിരിഞ്ഞ് ചെല്ലണോ, അല്ലെങ്കിൽ ജനത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ചെല്ലണം എന്നുള്ളതാണ് അവരുടെ തർക്കം. അപ്പം ഇവരുടെ ഈ കമ്പനി ഏത് മാർഗത്തിൽ പോയാലും, ഏത് രക്ഷകനെ ഉപയോഗിച്ചാലും, ഏത് വഴിയിൽ, ഏത് ഇസ്ലാമിന്റെ ആയാലും ഹിന്ദുവിന്റെ ആയാലും അല്ലെങ്കിൽ പാഴ്സിയുടെ ആയാലും ജൈനന്റെ ആയാലും ബുദ്ധന്റെ ആയാലും ഏതു മാർഗത്തിലൂടെ പോയാലും സ്വർഗത്തിൽ ചെല്ലാൻ കഴിയുന്ന ഇവരുടെ പരമാധ്യക്ഷൻ പറയുമ്പോൾ ഇവിടെ എന്തിനാണ് ഇവര് ഇടത്തോട്ടും വലത്തോട്ടും അല്ലെങ്കിൽ മുന്നോട്ടും പുറകോട്ടും തിരിഞ്ഞു നിൽക്കുന്ന ഇവർ തമ്മിലടിക്കുന്നത്? എന്ത് റിയാലിറ്റിയാണുള്ളത്? ഞാൻ ഈ വീഡിയോ ഇതിന്റെ ഒരു സ്പോക്സ് പേഴ്സണ് ലിങ്ക് അയച്ചു കൊടുത്തു. നിങ്ങൾ എന്തിനാണ് ഈ തമ്മിലടിക്കുന്നത്? നിങ്ങളുടെ ഏറ്റവും വലിയ സൂപ്പർമോസ്റ്റ് ആള് പറയുന്നത് ഇതിലൊന്നും ഒരു കാര്യമില്ല, എല്ലാ വഴിയും അവിടെ ചെല്ലും. പിന്നെ നിങ്ങൾ ഇടത്തോട്ട് നിന്ന് വലത്തോട്ട് തിരിഞ്ഞു നിന്നാലോ, അല്ലെങ്കിൽ നിങ്ങളുടെ പൃഷ്ഠം കാണിച്ചുള്ള കുർബാന, അതെന്ന് വെച്ചാൽ ചന്തി തിരിഞ്ഞുള്ള കുർബാനയോ, ഫേസ് ചെയ്ത് മുഖം തിരിഞ്ഞുള്ള കുർബാനയോ, ഇതാണ് ഈ തർക്കം. ഈ തർക്കത്തിനാണ് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് ഞാൻ ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അദ്ദേഹത്തിന് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പം അദ്ദേഹമാണ് ഈ അങ്കമാലി എറണാകുളം രൂപതയിൽ ആ പഴയ പാരമ്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നത്. എന്നാൽ പുതിയ പാരമ്പര്യം, പോപ്പിന്റെ പാരമ്പര്യം ബാക്കിയുള്ള എല്ലാവരും അംഗീകരിച്ചപ്പോൾ അവർ അംഗീകരിക്കാൻ തയ്യാറല്ല. ഒരു വെർട്ടിക്കൽ സ്പ്ലിറ്റിന്റെ ഭാഗത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇന്ന് കേട്ട വീഡിയോ, ക്രിസ്ത്യാനികളോട് ഞങ്ങൾക്കുള്ള ചോദ്യം, ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നിങ്ങളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? ഒരു ദൈവമേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചു വന്നിരുന്ന നിങ്ങളുടെ സഭ, ആ ദൈവം ഇന്ന് പല മാർഗത്തിലൂടെ ഉള്ളവർക്കെല്ലാം കടന്നു വന്ന് എല്ലാവർക്കും ആ പല വഴികളിലൂടെ ഒരു സ്ഥലത്ത് എത്തിച്ചേരാം. ഒരു കാര്യം നമുക്കിപ്പോ ഒരു സ്ഥലത്ത് എത്തിച്ചേരാം. ഇപ്പൊ ഡൽഹിയിൽ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോയിട്ട് മുംബൈ റൂട്ടിൽ പനവേൽ വഴിക്ക് ഡൽഹിയിൽ ചെല്ലാം, നേരിട്ട് ഫരീദാബാദ് വഴിക്ക് ചെല്ലാം, അല്ലെങ്കിൽ വേണമെങ്കിൽ പിന്നെ ഗുജറാത്ത് വഴിക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് രാജസ്ഥാൻ വഴിക്ക് പോകാം. ഇങ്ങനെയൊക്കെ കറങ്ങിത്തിരിഞ്ഞ് പോകാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഭൂമിയിലുണ്ട്. പക്ഷെ സ്വർഗത്തിൽ പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ കാര്യം മറ്റുള്ളവരോട് പറയാൻ ഈ മനുഷ്യന് ധൈര്യമില്ല. ഇദ്ദേഹം കേരളത്തിലുള്ള അമൃതാനന്ദമയെയും ഏതാനും സ്വാമിമാരെയും മറ്റ് മതപുരോഹിതന്മാരെയും മുസ്ലിമുകളെയും വിളിച്ചു വരുത്തി ഇതേ കാര്യം തന്നെ മുമ്പ് ഒരിക്കൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എവിടെ എത്തിച്ചേർന്ന് നിൽക്കുന്നു? കത്തോലിക്കരായ ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞങ്ങളിൽ പലരും ഈ കത്തോലിക്ക സഭയിൽ നിന്നും ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ അപ്പസ്തോലിക സഭയിൽ വചനപ്രകാരം ജീവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നവരാണ്.
ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ബ്ലൈൻഡായിട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്ന നിങ്ങളുടെ ഈ ഉപദേശം, ഈ നേതാക്കന്മാർ ക്രിസ്തുവിന്റെ പകരക്കാരൻ എന്നുള്ള പദവി സ്വയം കട്ടെടുത്തിട്ട് ആ പദവി കൊണ്ട് നിങ്ങൾ പരിശുദ്ധ പിതാവ് എന്ന് വിളിക്കുന്ന ഈ മനുഷ്യൻ നിങ്ങളെ ബ്ലൈൻഡായിട്ട് അഗ്നി നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അനേകം ആളുകൾ ഞങ്ങളോട് ഈ കാര്യത്തിൽ വിരോധിക്കുമെന്നും പ്രതിഷേധിക്കുമെന്നും ഞങ്ങൾക്കറിയാം. പക്ഷെ എങ്കിലും ദൈവം മുന്നമേ കണ്ടിട്ടുള്ള ചിലർക്കെങ്കിലും ഈ ചിന്ത അവരുടെ ഹൃദയത്തിൽ ഉണ്ടായെങ്കിൽ ഞങ്ങളുടെ ഈ ഉദ്യമം വിജയിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ദൈവിക സംവിധാനത്തിൽ ഒരു പോപ്പ് തന്നെ ഇല്ല എന്നുള്ളതാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 11 വാക്യത്തിൽ പറയുന്നു, ദൈവസഭയിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിങ്ങനെ 5 വിധ മിനിസ്ട്രികൾ മാത്രമേ ദൈവത്തിന്റെ ശുശ്രൂഷയിലുള്ളൂ. അപ്പൊ യെരുസലേമിൽ തുടങ്ങിയ യഥാർത്ഥമായ ക്രിസ്ത്യാനിറ്റിക്ക് ഈ 5 ഉപദേശങ്ങളെ അവസാനം വരെ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ റോമാ സഭയ്ക്ക് ഒരു പട്ടാളത്തിലെ സുപ്രീം കമാൻഡന്റ് തുടങ്ങി താഴെ സിപ്പായി വരെ നിൽക്കുന്നത് പോലുള്ള പദവികളുണ്ട്. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ദൈവവചനം വിശ്വസിക്കുക, കാരണം അത് മാത്രമാണ് സത്യം. കർത്താവ് പറഞ്ഞ ആകാശവും ഭൂമിയും എന്ന് വെച്ചാൽ എല്ലാ സംവിധാനങ്ങളും മാറ്റപ്പെടും, പക്ഷെ മാറ്റപ്പെടാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവവചനമാണ്. ഈ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരമാണോ നിങ്ങളുടെ ആത്മീയത നിങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയില്ല. ഇല്ലെങ്കിൽ ഇവർ നിങ്ങളെ കൂട്ടത്തോടെ നരകത്തിൽ കൊണ്ടുപോയി നശിപ്പിക്കും. അതുകൊണ്ട് ഇങ്ങനെയല്ല യഥാർത്ഥ ദൈവവചനം പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തു എന്ന ഒരു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരടിസ്ഥാനം ഇടാൻ ആർക്കും കഴിയില്ല എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം, യേശു ക്രിസ്തു എന്ന ഏക രക്ഷാമാർഗം, യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവമല്ലാതെ ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ യഹൂദന് ഒരു ദൈവമില്ല. യഹൂദൻ ഇന്നത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഇസ്രായേലിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാനും തിരിച്ചറിയാനും പോകുന്ന കാര്യങ്ങളുടെ ഒരു വളരെ അടുത്തെത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം അവരുടെ കണ്ണിന്ന് ബ്ലൈൻഡ് ആണ്. ദൈവം അവരുടെ കണ്ണ് തുറന്നു കൊടുക്കുവാൻ പോകുന്നു. തുറന്നു കൊടുക്കുമ്പോൾ അവർ അവരുടെ മെസ്സിഹയെ സ്വീകരിക്കും, യഹോവയായി തന്നെ സ്വീകരിക്കുമെന്ന് സെക്കറിയ പ്രവചനം പറയുന്നുണ്ട്. ഞങ്ങളുടെ ചാനലിൽ ഇത്തരം വീഡിയോകൾ ധാരാളം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആ ഡീറ്റെയിലേക്ക് കടന്നു പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പോപ്പിനെ വിശ്വസിക്കാതിരിക്കുക, നിങ്ങളുടെ അച്ഛന്മാരെ വിശ്വസിക്കാതിരിക്കുക, നിങ്ങൾ കർദിനാളന്മാരെ വിശ്വസിക്കാതിരിക്കുക, നിങ്ങളുടെ മെത്രാക്കന്മാരെ വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾ ദൈവവചനം വിശ്വസിക്കുക. നിങ്ങളുടെ ആത്മീയ രക്ഷയ്ക്ക് വേണ്ടുന്ന സത്യം വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭ എന്ന് വെച്ചാൽ അത് ആത്മീയ സഭയാണ്. കാരണം കർത്താവ് പറഞ്ഞു ദൈവം ആത്മാവാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പൊ ആത്മാവായ ദൈവത്തിന്റെ സഭയും ആത്മീകമാണ്. അത് റോമിൽ ഉണ്ടാക്കിയ ബസലിക്കയിലല്ല, അല്ലെങ്കിൽ പത്രോസ് അന്ന് റോമിൽ ഇരുന്ന് പ്രസംഗിച്ച ജെറുസലേമിൽ ഇരുന്ന് പ്രസംഗിച്ച മാളിക മുറിയുമല്ല ക്രിസ്തു സഭയുടെ അടിസ്ഥാനം ദൈവം ഏകനാണെന്നും പാപങ്ങളുടെ മോചനത്തിന് ഒരു സ്നാനമേ ഉള്ളെന്നും ദൈവം ഏക സത്യദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും ഉള്ള അപ്പസ്തോലിക ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 5 വിധ സുവിശേഷ വേലക്കായി ദൈവം നിയോഗിച്ച ദൈവത്തിന്റെ മിനിസ്ട്രിയിലൂടെ മാത്രം സ്ഥാപിതമായ ആത്മീയ സഭയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം. അത് ആത്മീയ ശരീരമായതുകൊണ്ടാണ് പിശാചിനെ അതിനെ തകർക്കാൻ കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ആ ആത്മീയ ശരീരത്തിന്റെ ഭാഗമാകാൻ, ആത്മീയമായി പുതുതായി ജനിച്ച് രക്ഷ പ്രാപിച്ച് ഒരു നല്ല ക്രിസ്ത്യാനിയായി ജീവിക്കണമെന്ന് തന്നെയുള്ളൂ. ഞങ്ങൾ പെന്തക്കോസ്തുകാരനാകണമെന്ന് നിങ്ങളോട് ആരോടും അഭിപ്രായം പറയുന്നില്ല. കാരണം പെന്തക്കോസ്തുകാരും ഈ ഉപദേശങ്ങൾ സംബന്ധിച്ച് ഏതാണ്ട് ചില കാര്യങ്ങളിൽ വ്യത്യാസം ഒഴിവാക്കി നിർത്തിയാൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവരെല്ലാവരും ഒന്നാണ്. അവരുടെ ഉപദേശവും അവരുടെ ദൈവവും അവരുടെ സ്നാനവും എല്ലാം ഒന്നാണ്. ചില വ്യത്യാസങ്ങൾ അത് നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് പേജിലോ പോയാൽ ഈ വ്യത്യാസങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ, വളരെ നല്ല ഉത്തരമായിരുന്നു. ഒരു കാര്യം കൂടെ അതിനകത്ത് ചേർക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു വഴിയാണെന്ന് ഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു. പക്ഷെ അത് വിശ്വസിക്കുന്ന രീതികൾ വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാനല്ലാതെ വേറെ ഒരു വഴിയില്ല എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു വഴികളോ അല്ലെങ്കിൽ വേറെ മത ആചാരങ്ങളോ ഒരിക്കലും ദൈവത്തിങ്കിലേക്ക് നയിക്കത്തില്ല. അല്ലെങ്കിൽ എന്നിൽ കൂടെ അല്ലാതെ പിതാവിലേക്ക് ആരും
എത്തിച്ചേരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു പറയുമ്പോൾ, ആ യേശുക്രിസ്തുവിന്റെ അനുയായിയായി നിൽക്കുന്ന ഈ ആയിട്ട് ലോകത്തിൽ പ്രത്യക്ഷമായിട്ട് നിൽക്കുന്ന ഈ ആള് പറയുന്നു വേറെ വഴികളുമുണ്ട് എന്ന് പറയുന്നു. നമ്മൾ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ അവൻ സത്യവും ജീവനുമാകുന്നു എന്നും കൂടെ വിശ്വസിക്കുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും സത്യ അന്വേഷികളാണെന്നാണ് ഇന്ത്യക്കാരെ പറ്റി പറയുന്നത്. അപ്പൊ സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം മാത്രമേ ഒരു സത്യമുള്ളൂ. ദൈവമാണ് സകലർക്കും ജീവൻ നൽകുന്നവൻ. അതുകൊണ്ടാണ് നമ്മൾ പിതാവെന്ന് വിളിക്കുന്നത്. അവൻ സൃഷ്ടിയിൽ പിതാവാണ്, അവൻ ജീവൻ നൽകുന്നവനാണ്. അപ്പം യേശു ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ വഴി മാത്രമല്ല, ഞാൻ സത്യവും ജീവനുമാകുന്നു എന്നും. അപ്പം വേറെ ആരുമില്ല, അവൻ തന്നെ മധ്യസ്ഥൻ, അവൻ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ ഈ ഒരു വൈരുദ്ധ്യം നമ്മൾ ക്ലിയർലി മനസ്സിലാക്കണം. ഇത് വെറും ഒരു കോപ്പി ആകുന്നുവെന്നും ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ആകുന്നുവെന്നും ഡ്യൂപ്ലിക്കേറ്റ് എപ്പോഴും ഫെയിൽ ആകുന്ന സാധനമാകുന്നു എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. അടുത്തതായിട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നത് ബ്രദർ സൈമണിനെയാണ്. ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമ്മൾ കണ്ടു ഈ പോപ്പും തല മൂടിയാണ്, അദ്ദേഹം ഒരു തലയിൽ ഒരു തൊപ്പി മാതിരി ഇട്ടിട്ടുണ്ട്. നമ്മൾ മൂടുപടം എന്ന് വചനത്തിൽ പറയുന്നു. അപ്പോൾ ഈ നമ്മൾ എപ്പിസ്കോപ്പൽ സഭകളിൽ പല വൈദികന്മാരും പല ബിഷപ്പന്മാരും ഒക്കെ ഈ തല കവർ ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് ഒരു അപ്പോസ്തോലിക സുവിശേഷത്തിന്റെ വൈരുദ്ധ്യമായിട്ട് നിൽക്കുന്നത്? അതിലെന്താണ് തെറ്റുള്ളത് എന്ന് നമുക്കൊന്ന് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മളിത് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് പഴയ നിയമത്തിലെ പുരോഹിതന്മാരും അവിടെ ഹൈ പ്രീസ്റ്റും ഒക്കെ നമ്മൾ കാണുന്ന അവരുടെ തലയിൽ തൊപ്പിയുണ്ട്. അവര് കയ്യിലൊരു വടിയും എടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ തന്നെ നമ്മള് ഇതിന്റെ സാമ്യതയുള്ള ഒരു മതമാണ് മുസ്ലിങ്ങളുടെ മതം. അവരും അവരുടെ മുല്ലാക്കന്മാരും തലയിൽ തൊപ്പിയിട്ട് അവരും പ്രാർത്ഥിക്കാൻ നേരം തല കവർ ചെയ്തിട്ട് ഉള്ള ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ പഴയ നിയമത്തിന്റെ ഒരു ഇതിനെയാണ് ഇപ്പം പുതിയ നിയമത്തിനകത്ത് വരുമ്പോഴത്തേക്ക് ജനങ്ങള് തല കവർ ചെയ്യാതെ ഈ അച്ഛന്മാരും ബിഷപ്പ്മാരും പോപ്പന്മാരും ഒക്കെ അവരുടെ തലയെ തൊപ്പിയും വെച്ച് എന്നിട്ട് കയ്യിലൊരു വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മള് രംഗങ്ങൾ കാണുന്നത്. അപ്പൊ ബൈബിളിനകത്ത് ഇതെന്തുവാ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഇതിനകത്ത് തെറ്റെന്തുവാന്നുള്ളൊരു ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ അവിടാണ് നമ്മൾ കാണുന്നത്. പൗലോസ് ക്ലിയർ ആയിട്ട് 1 കൊരിന്ത്യൻസ് 11:4-7 ക്ലിയർ ആയിട്ട് എന്റെ റീസൺ പറയുന്നുണ്ട്. കാരണം അത് 4 പറയുന്നത് എവറി മാൻ ഹു പ്രേസ് ഓർ പ്രൊഫസൈസ് വിത്ത് ഹിസ് ഹെഡ് കവേർഡ് ഡിസ്ഹോൺസ് ഹിസ് ഹെഡ്. നമുക്കറിയാം നമ്മളുടെ തല ക്രിസ്തുവാണ്. തല ക്രിസ്തുവായിട്ട് സ്വീകരിക്കാത്ത ആൾക്കാരാണ് ആ തല കവർ ചെയ്യുമ്പോഴത്തേക്ക് ആ തലയെ ഡിസോൺ ചെയ്തു. അപ്പം നമ്മൾ കാണുമ്പോഴത്തേക്ക് യഹൂദന്മാരുടെ കാര്യത്തിൽ അത് ശരിയാണ്, അവരിതുവരെ ക്രിസ്തുവിനെ തലയായിട്ട് സ്വീകരിച്ചിട്ടില്ല. മുസ്ലിങ്ങളും ക്രിസ്തുവിനെ തലയായിട്ടല്ല സ്വീകരിച്ചേക്കുന്നത്. അപ്പം ഈ വരുന്ന കാലത്ത് നമ്മള് ഈ സഭയുടെ ക്രിസ്തുവിന്റെ റിപ്രസെന്റേറ്റീവ് ആണെന്നും അവര് ഷെപ്പേർഡ്സ് ആണെന്നൊക്കെ ക്ലെയിം ചെയ്യുന്ന ആൾക്കാര് ആക്ച്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തല മൂടുമ്പോഴത്തേക്ക് അത് ക്രിസ്തുവിനെ അപമാനിക്കുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ ഹെഡ്ഷിപ്പിനെ അവർ സ്വീകരിക്കാതെ അവരെന്നെ ഹെഡായിട്ടിരിക്കുക, അവർ രാജാവായിട്ടിരിക്കുക. ആ സഭയ്ക്കകത്ത് അവര് രാജാവിന്റെ രീതിയിൽ ഇരിക്കുക, തലയെ തൊപ്പിയും വെച്ച് കയ്യിൽ ഇതും പിടിച്ചുകൊണ്ട് അവർ ഹെഡാണെന്നുള്ള ഇതാണ് അവർ റിപ്രസെന്റ് ചെയ്യാൻ നോക്കുന്നത്. വേഴ്സ് 7 പറയുന്നത് എ മാൻ ought not to cover his head since he is the image and glory of God. ദൈവം നമ്മളെ അവന്റെ സ്വരൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഗ്ലോറിയുമാണ് ആദത്തിന് ദൈവം കൊടുത്തത്. ആ പാപമാണ് മാനിനെ ഗോഡുമായിട്ട് സെപ്പറേറ്റ് ചെയ്തത്. നമ്മളിപ്പം കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാപത്തിനെ ക്രൂശിൽ യേശു മരിച്ചു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി. ആ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ സ്വീകരിക്കാത്തതിന്റെ ഒരു സൈനാണ് ആ ഇമേജിൽ, ക്രിസ്തുവിന്റെ ഇമേജിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പാപമോചനം കിട്ടുമ്പോൾ നമ്മൾ ആ ക്രിസ്തുവിന്റെ ഇമേജിനെ വീണ്ടെടുക്കുകയും ദൈവത്തിന്റെ ആലയമായി നമ്മൾ തീരുകയും ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്ന ഒരു അവസ്ഥ വരുന്ന ആ സ്റ്റേറ്റിൽ അവർ ഇപ്പോഴും വരാത്തതുകൊണ്ട് അവർക്ക് ഈ ഇമേജിന്റെ അർത്ഥവും
ആ ഗ്ലോറി, ദൈവത്തിന്റെ ഗ്ലോറിയുടെ മീനിങ് അവര് നോക്കുന്ന, അവരുടെ ഗ്ലോറി അവർ നോക്കുന്ന തലയിൽ തൊപ്പിയും വെച്ച് കമ്പ് പിടിച്ചുകൊണ്ടാണ് ആ ഗ്ലോറി അവർ നോക്കുന്നത്. പക്ഷെ ആ ഗ്ലോറി ഹോളി സ്പിരിറ്റിന്റെ ഗ്ലോറിയാണ്. ഹോളി സ്പിരിറ്റ് റിവീൽ ചെയ്യുന്നത് ആ സത്യം, ക്രിസ്തു ആണ് നമ്മളുടെ എല്ലാ തലയും, ക്രിസ്തു ആണ് നമ്മളുടെ ഷീപ്പ് ഷെപ്പർഡും, നമ്മളുടെ മീഡിയേറ്ററും, നമ്മുടെ ലോർഡും, നമ്മുടെ ക്രൈസ്റ്റും എന്നുള്ള ഈ സത്യം അവർക്ക് ഇതുവരെ വെളിപ്പെടാത്തതുകൊണ്ട് നമ്മൾ പഴയ നിയമത്തിലും നമ്മൾ കാണുന്നത് ഞാൻ ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ പോയ ഈ പുരോഹിതന്മാരാ ഇന്നും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയുടെ നേതാക്കന്മാർക്ക് ക്രിസ്തു ആരാന്നുള്ള കാര്യം അറിവില്ല. ഈ ദൈവം ആരാന്നുള്ള അറിവ് അവർക്ക് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ് ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ, ഈ ഒരു അവസ്ഥയിൽ അവർ ഇപ്പോഴും നിൽക്കുവാണ്. ഇപ്പോഴും അവർക്ക് തൃത്വമാണ്, ബൈബിളിനകത്ത് ഇല്ലാത്ത വാക്കുകളാണ് അവർ പഠിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവര് ആന്റി ക്രൈസ്റ്റുകളാണ്. നമ്മൾ വിചാരിക്കും അയ്യോ മൊത്തം അവരുടെ ജീവിതം അവര് സഭയ്ക്ക് വേണ്ടി കൊടുത്തു. പക്ഷെ അല്ല, അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാജാവായിട്ട് ആ സഭയെ വാഴുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ജനങ്ങളെല്ലാം അവരുടെ അടിമയായി, ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇവർ നമ്മളെ അടിമകളാക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തെറ്റാണ്. ഒരിക്കലും നമുക്കൊരു യഥാർത്ഥ ഒരു സഭയുടെ നേതാവ് എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ ഒക്കുന്ന ആള് ഒരിക്കലും തല കവർ ചെയ്യാൻ പാടില്ല. തല കവർ ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം അവന് ക്രിസ്തുവായിട്ട് ഒരു ബന്ധവുമില്ല. ഓക്കെ, ഞാൻ ആൻസർ താങ്ക് യു. വളരെ വ്യക്തമായിട്ടുള്ള ആൻസർ. ഒരാള് തലയിൽ മൂടുപടം ഇട്ടിട്ട് പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അപ്പോസ്തലൻ പറയുന്നു, എല്ലാ ആണുങ്ങളുടെയും എല്ലാം ദ ഹെഡ് ഓഫ് എവ്രി മാൻ ഈസ് ക്രൈസ്റ്റ്. അപ്പം ദൈവത്തിന്റെ വചനം അറിയുന്നതും മശിഹ വെളിപ്പെട്ടവനും ക്രിസ്തുവിനെ തലയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മൂടുപടം ഇടുമ്പോൾ ക്രിസ്തുവിനെ അപമാനിക്കുകയും ക്രിസ്തുവിനെ ഡിസോൺ ചെയ്യുകയും ചെയ്യുന്നു വളരെ വ്യക്തമായിട്ടുള്ള വചനങ്ങൾ നമുക്ക് ഉള്ളപ്പോൾ അങ്ങനെ ഒരു വ്യക്തി സംബന്ധിക്കുന്ന ആരാധന ആന്റിക്രൈസ്റ്റിന്റെ ആരാധനയാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനത്തെ ആരാധനയിൽ നിന്നും നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിന് എതിരായിട്ടാണ് നമ്മൾ ആരാധന ചെയ്യുന്നതെന്നും ആന്റിക്രൈസ്റ്റിന്റെ ആരാധനയിലാണ് നമ്മൾ പങ്കെടുക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് നന്ദി. അടുത്ത ഒരു ചോദ്യം കൂടെ നമുക്ക് ചോദിച്ചിട്ട് ആ ഒരു ചോദ്യത്തോടെ നമുക്ക് ഈ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത എനിക്ക് ചോദിക്കാനുള്ളത് പാസ്റ്റർ ജോസ് വർഗീസിനോടാണ്. നമ്മൾ ഈ കാണുന്ന വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, നമ്മുടെ നാട്ടിൽ അത് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന് പറയുന്നു. കേരളത്തില് പക്ഷെ നമ്മൾ കാണുന്നത് എപ്പിസ്കോപ്പൽ സഭകളെ മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ വേൾഡ് കൗൺസിലിലേക്ക് കടന്നു പോകുമ്പോൾ മറ്റ് സഭകളും അതിനോട് കൂടെ ഉണ്ട്. ഈ സംഘടനകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? ഇവരെന്താണ് ഒരുമിച്ചു കൂടി പല ആരാധനകളിലും പല തരത്തിലെ ട്രഡീഷനിൽ നിൽക്കുന്ന സഭകൾ എന്തുകൊണ്ട് ഇവർക്ക് ഒരുമിച്ച് കൂടിച്ചേരുവാൻ പറ്റുന്നു? എങ്ങനെയാണ് അവർ ഒരു സംഘടനയായിട്ട് അവർക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത്? അപ്പോ ഇത് നമുക്ക് വളരെ വളരെ നല്ല ഒരു ചോദ്യമാണ്. ഈ ചോദ്യം നമ്മൾ വളരെ ഗൗരവത്തോടെ ഈ വിഷയം നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം മുമ്പ് സൂചിപ്പിച്ചതുപോലെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്ന് അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണുമെങ്കിലും അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ചെന്ന് ചേരുന്നത് ഒരു ലോക വ്യവസ്ഥയിലേക്ക് പോവുകയാണ്. നമ്മൾ ബൈബിൾ ആഴത്തിൽ പഠിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, കാലാനുസൃതമായിട്ടും പഠിക്കണം. ഇന്നത്തെ സംഭവ വികാസങ്ങൾ വെച്ച് പഠിക്കുമ്പോൾ ലോകത്ത് ഒരു മതപരമായ ഒരു അശാന്തി ഇന്ന് ലോകത്തിലുണ്ട്. ആ അശാന്തിക്ക് കാരണമായി നിൽക്കുന്ന മതവും അതിന്റെ ഉപദേശങ്ങളും നമുക്കറിയാം. അപ്പോൾ ഇവിടെ അന്തിക്രിസ്തുവിന്റെ റോൾ ഭരണം ഈ ഭൂമിയിലേക്ക് വരാൻ ഇനി അധിക നാളില്ല എന്നുള്ളത് നമുക്ക് ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ ചിത്രം നമുക്ക് മനസ്സിലാവും. ആ കാലഘട്ടങ്ങളെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ്, കർത്താവായ യേശുക്രിസ്തു ലൂക്കോസ് 21 മത്തായി 24 ആ കാലഘട്ടങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം വരുമ്പോൾ ലോകത്തിൽ ഒരു ഏക ലോക ഗവൺമെന്റും ഒരു ഏക ലോക മതവും ഉണ്ടായി വരും. ഇപ്പോ ഇസ്ലാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ മതം മുഴുവൻ ഇസ്ലാമിൻ്റെതാകുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നാണ്. ഇപ്പൊ നമുക്കറിയാം അപ്പോസ്തലന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ് 7 നൂറ്റാണ്ടുകൾ
ഓൾമോസ്റ്റ് ഇല്ലാതിരുന്ന ഒരു സംവിധാനമാണ് ഇന്ന് ഈ കാര്യം മുറുകെ പിടിച്ചുകൊണ്ട് ജിഹാദ് ചെയ്ത് ഒരു മതം ഈ ലോകത്ത് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. അവരുടെ പുസ്തകത്തിന്റെ അടിസ്ഥാനം ഈ ലോകം മുഴുവൻ ഒരു കാലിഫേറ്റിന്റെ കീഴിൽ കൊണ്ടുവരിക. ആ ഒരു കാലിഫേറ്റിന്റെ അധിപതിയായിട്ട് വരുന്നവൻ ബൈബിളിന്റെ ചിത്രത്തിൽ നോക്കുമ്പോൾ അത് ആന്റി ക്രൈസ്റ്റ് ആണ്. അവരെ സംബന്ധിച്ച് അവരുടെ മെസ്സിഹ എന്ന് പറയുന്ന ഇമാം മഹദി ആണെങ്കിലും ബൈബിൾ എന്ന് പറയുന്ന യഥാർത്ഥ സത്യദൈവത്തിന്റെ സത്യമാർഗവുമായി അതിനെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ അത് ബൈബിളിലെ ആന്റി ക്രൈസ്റ്റ് ആണ്. അപ്പോൾ ഈ ആന്റി ക്രൈസ്റ്റിന്റെ ഭരണം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ബൈബിൾ പറയുന്ന ഉപായേണ രാജ്യത്വം കൈവശമാക്കുക എന്നുള്ളത്. ആന്റി ക്രൈസ്റ്റ് വരുന്നത് വളരെ കണ്ണിങ്നെസ്സോടുകൂടിയാണ് വരുന്നത്. അതായത് ഒരിക്കലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഇടപെടലല്ല നടത്തുന്നത്. അപ്പം ഇന്ന് ആ കണ്ണിങ് ലെവലിലേക്ക് കൊണ്ടുപോയി ആന്റി ക്രൈസ്റ്റിന്റെ ഭരണം എത്തിക്കാൻ ഏറ്റവും അധികം ഉപയോഗിക്കാൻ കഴിയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് എല്ലാവർക്കും സമ്മതനായ ഒരു വ്യക്തിയാണ്. വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു സ്ത്രീയെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊരു സഭയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ സഭ ഇരിക്കുന്നത് 7 മലമേലാണ്. നമുക്കറിയാം വത്തിക്കാൻ സിറ്റി ബിൽഡ് ചെയ്തിരിക്കുന്ന 7 മലകളുടെ മേലാണ്. അപ്പം ആ സ്ത്രീ ഈ ഭൂരാജാക്കന്മാരുടെ രക്തം കുടിച്ച് മത്തയായിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇന്ന് ലോകത്തിലെ മുഴുവൻ രാഷ്ട്രങ്ങളും രാഷ്ട്രീയവും മുഴുവനും ഈ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, നമുക്കൊരു മതം അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഫോർമാറ്റ് നമുക്ക് ഏതെങ്കിലും രാജ്യത്ത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് നമ്മൾ ആ രാജ്യത്തിന്റെ ഏതെങ്കിലും കോർപ്പറേറ്റ് നിയമങ്ങളുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം. അതായത് ഒരു കാത്തലിക് ചർച്ച്, ഒരു പെന്റക്കോസ്റ്റൽ ചർച്ച് ആയാലും. എന്നാൽ ഈ സഭ എന്ന് പറയുന്ന ഈ റോമൻ സഭ എന്ന് പറയുന്നത് ഇതിനെ ബിയോണ്ട് എവറിത്തിങ് ആണ്. അതിനെ ആർക്കും ഒരിടത്തും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് എല്ലാത്തിനെയും മീതെ നിന്ന് എല്ലാത്തിനെയും കീഴടക്കി ഭരിക്കുക. കാരണം അവർക്കൊരു രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെന്ന് പറയാൻ ഒരു രാജ്യത്തെ ഒരു ഭരണഘടനയ്ക്കും ഒരു ഭരണ സംവിധാനങ്ങൾക്കും കഴിവില്ല. കാരണം എല്ലാവരും അതിന്റെ കീഴില്ല. അപ്പം ലോകരാഷ്ട്രങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്ന, മറ്റു മതങ്ങളെ സ്വാധീനിച്ച് നമ്മൾ തുടക്കത്തിൽ കണ്ട വീഡിയോയിൽ കണ്ടതുപോലെ എല്ലാവർക്കും എല്ലാ മതങ്ങളും ഒന്നാണെന്നും എല്ലാവരും ഒരു ദൈവത്തിലേക്കാണ് പോകുന്നതെന്നും മാർഗങ്ങൾ പലതാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഒടുവിൽ ഈ അധികാരം മൃഗത്തിന് വെച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റിന് വെച്ചു കൊടുക്കുന്ന ഒരു റോൾ ആണ് ഇദ്ദേഹത്തിന് വഹിക്കാനുള്ളത്. ഒരുപക്ഷെ ഇയാൾ അറിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കത്തില്ല, ദൈവത്തിന്റെ പദ്ധതിയിലെ ചട്ടുകമാകുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആ ചട്ടുകമാകാൻ നിന്നു കൊടുക്കണോ? എനിക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ളത് കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെയുള്ള എല്ലാ സംഘടനകളോടും എല്ലാ സംവിധാനങ്ങളോടും എല്ലാ വിശ്വാസ പ്രമാണങ്ങളോടും ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ള ഈ ഒരു കാര്യമാണ്. നമ്മൾ അപ്പസ്തോലിക ഉപദേശത്തിൽ വിശ്വസിക്കണമോ? AD 325 സ്ഥാപിതമായതും ഇന്ന് ലോകത്തിന്റെ ആരാധനാ വ്യവസ്ഥയെ 1 ലക്ഷ്യത്തിലേക്ക് ഒരുമിപ്പിച്ച് കൊണ്ടുപോയി ഒരു അറക്കപ്പെടാൻ വേണ്ടി ഒരു എന്താ പറയുക, ഒരു അറവുശാലയിലേക്ക് കൊണ്ടുകൊടുക്കുന്ന ആ ഇടയന്റെ കീഴിൽ നിങ്ങൾ പോകണമോ? അതോ ഏക ഇടയനായ, ഏക മഹാപരിശുദ്ധനായ അല്ലെങ്കിൽ ഏക മഹാപുരോഹിതനായ ഏക ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് പോകണമോ? അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാനുള്ളൊരു കാര്യം, വെളിപ്പാട് പുസ്തകം 17-5 ഈ സഭയെ കുറിച്ച് പറയുന്ന മർമ്മം മഹദിയാം ബാബിലോൺ, മിസ്റ്ററി ബാബിലോൺ എന്നെഴുതി, മിസ്റ്ററി ഗ്രേറ്റ് ബാബിലോൺ. അപ്പം ഈ മിസ്റ്ററി, ഈ മർമ്മം എന്താണ്? ഈ മർമ്മം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മുഴുവൻ ക്രൈസ്തവ സഭകളുടെയും, അത് ചെറിയതായാലും വലുതായാലും, അത് കത്തോലിക്കായും അതിന്റെ എപ്പിസ്കോപ്പൽ അസംബ്ലിയിലേക്ക് വരുമ്പോൾ അതിൽ CSI, ഇവാഞ്ചലിക്കൽ, പിന്നെ ആംഗ്ലിക്കൻ, അതുപോലെ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള മാർത്തോമ, പിന്നെ ഓർത്തഡോക്സ്, യാക്കോബൈറ്റ്, അങ്ങനെയുള്ള എല്ലാ ചർച്ചുകളും ഇനി വളരെ സമീപഭാവിയിൽ പിന്നീട് എല്ലാ പെന്തക്കോസ്തുകളും ഈ വേൾഡ് കൗൺസിൽ ചർച്ചിലേക്ക് വരും. കാരണം ഉപദ്രവം വരുന്ന ഒരു സമയം വരുമ്പോൾ, യഥാർത്ഥ ഒരു ഗ്രേറ്റ് ട്രിബുലേഷന്റെ നാളിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ സഭ, വിശുദ്ധ സഭയാകുന്ന മണവാട്ടി ഭൂമിയിൽ നിന്ന് ദൈവം മാറ്റും. അതായത് അപ്പസ്തോലിക ഉപദേശത്തിന് പ്രകാരം ഏകദൈവത്തിൽ വിശ്വസിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുകയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ പാപമോചനത്തിനായി സ്നാനമേൽക്കുകയും വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ നടന്ന് തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നവരെ കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനുള്ളവർ രൂപാന്തരപ്പെടുകയും കർത്താവ് അവരെ മേഘങ്ങളിൽ ചേർക്കുകയും ചെയ്യുമ്പോൾ അവിടെ
ഈ ആന്റി ക്രൈസ്റ്റിന്റെ ഈ ഈ ഈ ഈ ഏകലോക ഗവൺമെന്റും ഏകലോക മതത്തിന്റെയും ചുക്കാൻ പിടിക്കുന്ന വ്യക്തിയായി റോമിലെ ഭരണാധികാരി, രാഷ്ട്രത്തലവൻ എന്നുള്ള നിലയിലും ആഗോള ക്രൈസ്തവ സഭയുടെ മൊത്തം സോക്കോൾഡ് മേലധ്യക്ഷനുമായിരിക്കുന്ന ഈ വ്യക്തി തന്നെ ഈ ആന്റി ക്രൈസ്റ്റിന് വഴിമാറി കൊടുക്കുകയും ഇയാളുടെ നയം, കാരണം നമുക്കറിയാം ഇന്ന് ഏതെങ്കിലും ഒരു മതം പറയുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്ര നേതാവ് വന്നു, നരേന്ദ്രമോദി വന്ന് പറയുകയാണ് നമുക്ക് എല്ലാ രാജ്യങ്ങളെയും ഏകോപിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് യോജിക്കാത്ത ആളുകളുണ്ട്. ഇനി മുഹമ്മദിന്റെ ആളുകളോ ഇപ്പം ഇറാനിലെ ഖൊമേനി പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ശങ്കരാചാര്യർ പറഞ്ഞാലോ എല്ലാവർക്കും വിയോജിപ്പുണ്ട്. എന്നാൽ ഇന്ന് സമാധാനം 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 എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ പിന്നിലേക്ക് എല്ലാവരും വന്നു ചേരും. ആ വ്യക്തി ഉപായത്തിൽ, ചതിവിൽ എല്ലാവരെയും ഒരു ഏക ലോക വ്യവസ്ഥിതിയുടെ കീഴിൽ കൊണ്ടുപോയി വഞ്ചിക്കുകയും ചെയ്യും. കാരണം ഇവളെ കുറിച്ച് പറയുന്നത് ഇവൾ വേശ്യമാരുടെ മാതാവ് എന്ന് പറഞ്ഞാൽ ഏക സത്യ ദൈവത്തോട് വിരോധമായി, ഏക സത്യ ദൈവത്തിനല്ലാതെ മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്നവർ പരസംഗം ചെയ്യുന്നു എന്നാണ് പഴയ നിയമം പറയുന്നത്. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകം അക്കാര്യം പറയുന്നു. അപ്പോൾ ഒരു ദൈവമേ ഉള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ദൈവത്തെയും ആ ദൈവത്തെ മനുഷ്യർക്ക് മനസ്സിലാകുവാൻ കഴിയുന്ന രീതിയിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെയും അത് നമുക്ക് വ്യക്തമാക്കി തന്ന ആ ഏറ്റവും അതിപുരാതനമായ ക്രിസ്തു സഭയാകുന്ന അപ്പസ്തോലിക ഉപദേശത്തിൽ യെരുസലേമിൽ സ്ഥാപിതമായ സഭയെയും അട്ടിമറിച്ച് AD 305 റോമിലുണ്ടായ ആ സഭ, ആ മാതാവ് പ്രസവിച്ച കുഞ്ഞുങ്ങളായ പെൻഡക്കോസ്റ്റ് ബാപ്റ്റിസ്റ്റ് ബ്രദറൻ വരെയും മുഴുവൻ എപ്പിസ്കോപ്പൽ ചർച്ചുകളും ഒരു ഉപദേശത്തിൽ നിൽക്കുന്നു. അവരുടെ പറഞ്ഞതിൽ വടി പിടിക്കുന്നതിലും തൊപ്പി ഇടുന്നതിലും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അടിസ്ഥാന ഉപദേശങ്ങളായ ഏക ദൈവം, പാപമോചനത്തിലുള്ള സ്നാനം, ശരിയായ സഭ സംബന്ധിച്ചുള്ള വെളിപ്പാട്, ഈ കാര്യങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയും ചെറുക്കുകയും ചെയ്യുന്ന ഈ കുട്ടികളെല്ലാം, ഈ പെൺമക്കളെല്ലാം തന്നെ ഈ റോമിലെ വെളിപ്പാട് പുസ്തകത്തിൽ ഇരിക്കുന്ന ഈ അനേക വിശുദ്ധന്മാരുടെ രക്തം കുടിച്ചിരിക്കുന്ന ഈ മദ്യ ചഷകം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഈ വേശ്യയുടെ കുട്ടികളാണ് എന്ന് ഞാനല്ല, ഞങ്ങൾ ഈ ഗ്രൂപ്പല്ല പറയുന്നത്, വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തെ മാത്രം ആധികാരിക ഡോക്യുമെന്റായി വിശ്വസിക്കുകയും അപ്പസ്തോലിക ഉപദേശത്തെ ബൈബിളിൽ കാണിച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം അംഗീകരിക്കുകയും അത് പ്രകാരമുള്ള വിശുദ്ധ നയിക്കുന്ന ആളുകൾ ഈ ഘട്ടത്തിൽ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകുകയില്ല. കർത്താവ് അവരെ മാറ്റിയതിനു ശേഷം ഒരു വലിയ ട്രിബുലേഷൻ, ഒരു ഗ്രേറ്റ് ട്രിബുലേഷന്റെ നാളുകൾ, വലിയ ഉപദ്രവത്തിന്റെ നാളുകളിലൂടെ വരും. ആ നാളുകളിൽ ഈ വ്യക്തി സമാധാനത്തിന്റെ പ്രിയനായി ഓടി നടന്ന് എല്ലാവരെയും ഏകോപിപ്പിച്ചിട്ട് ഈ വ്യക്തി ഒരു ആന്റി ക്രൈസ്റ്റിന്റെ അധികാരത്തിന് കീഴിലേക്ക് ഇന്നത്തെ ലോകക്രമത്തെ മുഴുവനും കൊണ്ടുപോവുകയും ചെയ്യും. ഇത് തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങളെ കേൾക്കുന്നവരായ ഞങ്ങളുടെ വ്യൂവേഴ്സിനോട്, ഞങ്ങളുടെ ഓഡിയൻസിനോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ബൈബിൾ എന്ന് പറയുന്ന ഒരു സത്യമല്ലാതെ മറ്റൊരു സത്യമില്ല. ബൈബിളിനോട് കൂട്ടിച്ചേർക്കുകയോ ആ ഉപദേശത്തിൽ നിന്ന് വ്യതിചലിക്കുകയോ അതിനെ മാറ്റി പഠിപ്പിക്കുകയോ ചെയ്യുന്ന എല്ലാവരും ഏക ദൈവത്തിനെതിരായി പാപം ചെയ്യുകയും പരസംഗം ചെയ്യുകയും ചെയ്യുന്നു. കാരണം ഏക സത്യദൈവമല്ലാതെ മറ്റു ദൈവങ്ങളെ വിശ്വസിക്കുന്നവർ യഹോവയ്ക്ക് അറപ്പും വെറുപ്പുമായ കാര്യം ചെയ്യുന്നു. അവർ ഒരുപോലെ ശിക്ഷയ്ക്ക് യോഗ്യമായിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് WCC അല്ലെങ്കിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന് പറയുന്നത് ഒരു ഒരുമയുടെ കാലഘട്ടമാണ്. ഈ ഒരുമയുടെ കാലഘട്ടത്തിന്റെ പടിവാതിക്കൽ നമ്മൾ നിൽക്കുക. ഇന്ന് എല്ലാവരും ഉപരോധങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ ഇവരെല്ലാവരും ഇന്ന് ഒരു കുടക്കീഴിലേക്ക് വരിക. ഞാൻ ഓർക്കുന്നത് കഴിഞ്ഞ ടൈമിൽ കർണാടക BJP ഭരിച്ചിരുന്ന കാലത്ത് എനിക്കറിയാം അവിടെയുള്ള പെന്തക്കോസ്തുകാരെല്ലാം കത്തോലിക്ക സഭയുടെ കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. കാരണം അവർക്ക് പലർക്കും പ്രവർത്തിക്കാൻ യെദ്യൂരപ്പ അനുവാദം കൊടുത്തിരുന്നില്ല. അപ്പം അവരെല്ലാം ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ എന്നുള്ള നിലയിൽ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിനടി സൂക്ഷിക്കുന്ന പോലെ അവരെ സൂക്ഷിച്ചു. പക്ഷെ ഗവൺമെന്റ് മാറിയപ്പോൾ പിന്നെയും അവർ വീണ്ടും അതിലേക്ക് വന്നു. പക്ഷെ ഈ ആവർത്തനം വീണ്ടും സംഭവിക്കുമ്പോൾ, ഇത് ഏറ്റവും വലിയൊരു പൂർണ്ണതയിലേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും ഒരു കുടക്കീഴിലും ഒരു ഇടയന്റെ കീഴിലും വന്ന് ഇവർ അന്ധകാരത്തിലേക്കും നരകത്തിലേക്കും തള്ളപ്പെടുവാൻ പോകുന്നു. ഈ വസ്തുതകൾ നിങ്ങൾക്ക് ഇതിനെയും കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുക.
നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരുവാൻ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയാത്ത ഒരു കാര്യവും ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നില്ല. ഇന്ന് ഇസ്രായേലിലും അതിന്റെ സമീപ രാഷ്ട്രങ്ങളിൽ സംഭവിക്കുന്നതാകട്ടെ, നമ്മുടെ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാകട്ടെ, ഈ അരാജകത്വവും ഈ ദുഷ്പ്രവണതകളും ഈ അധികാരഭ്രമവും ഈ അഴിമതിയും എല്ലാം നമ്മളെ കൊണ്ടെത്തിക്കാൻ പോകുന്നത് ഈ ഒരു ഏകലോക വ്യവസ്ഥിതിയിലേക്കാണ്. അത് തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വെരി മച്ച് പാസ്റ്റർ ജോസ് ആൻഡ് ബ്രദർ സൈമൺ. നല്ലൊരു ലൈവായിരുന്നു. ഇന്ന് നമ്മൾ പല കാര്യങ്ങൾക്കും ഉത്തരം പറയുവാൻ സാധിച്ചു. ഇതെല്ലാം നിങ്ങൾക്ക് ദൈവകൃപയാൽ മനസ്സിലാകുവാൻ സാധിക്കട്ടെ. അപ്പോസ്തോലിക ആ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ കടന്നു പോയില്ലെങ്കിൽ നമ്മൾ എല്ലാവരും നശിച്ചു പോകുമെന്നും ഈ ലോകം നമ്മളെ നാശത്തിലേക്ക് തന്നെ കൊണ്ടുപോകുകയാണെന്നുള്ള ആ വ്യക്തമായ ഓരോ കാര്യങ്ങൾ നമുക്ക് ഇന്ന് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നല്ല ഒരു മാധ്യമത്തിൽ കൂടെ ആണെങ്കിലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരായിട്ട് ജീവിക്കുവാൻ ദൈവം കൃപ നൽകി. ഇന്നെങ്കിലും നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കി സത്യസുവിശേഷത്തിലേക്ക് വരുവാനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ഒരു ഏക കർത്താവെന്ന് നമ്മൾക്ക് അറിയുവാനും അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അല്ലാതെ ബാക്കി എല്ലാവരും ദൈവമക്കളാകുന്നു എന്ന് ഇന്ന് നമ്മൾ പോപ്പ് പറയുന്നത് കേട്ടു. അങ്ങനെയല്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തത്. ബാക്കി എല്ലാവരും തീക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവരാണെന്ന് വളരെ വ്യക്തമായിട്ട് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആ ഒരു കാര്യത്തെ നമുക്ക് മനസ്സിലാക്കുവാനും ഇന്ന് സത്യത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുവാനും കർത്താവായ യേശു ക്രിസ്തു മാത്രം അവൻ ഏക വഴിയും അവൻ തന്നെ ഏക സത്യവും ഏക ജീവനുമായിരിക്കുന്ന ഏക സത്യ ദൈവമെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിലേക്ക് ജോയിൻ ചെയ്തവരെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.